ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ HSIയുടെ ജനറൽ പേപ്പറിന്റെ ടോപ്പിക്കുകളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 15 മാർക്കോളം ആയിരിക്കും നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്നും ജനറൽ പേപ്പറിൽ നിന്ന് നമുക്ക് എക്സാമിന് വരിക. 15 ജനറൽ ടോപ്പിക്കും പിന്നീട് ടീച്ചിങ് ആപ്റ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 5 മാർക്കും കൂടെയാണ് നമുക്ക് സാധാരണ HSIക്ക് വരുന്നത് കേട്ടോ. അപ്പൊ മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ മലയാളത്തിലാണെങ്കിലും നമുക്ക് ജനറൽ പേപ്പറിന്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ HSIയുടെ സിലബസിൽ ഫ്രീഡം മൂവ്മെന്റ് ആൻഡ് റെനൈസൻസ് എന്ന കാര്യമേ മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കുകൾ നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെന്റ് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ 1857 റിവോൾട്ട് ഓഫ് 1857 തുടങ്ങിയാണ്. അപ്പം ആ കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. പിന്നെ അതുപോലെ നമുക്കറിയാം ബ്രിട്ടീഷ് റൂൾ നടന്നിരുന്ന സമയത്ത് വൈസ്രോയമാര് അതുപോലെ ഗവർണർ ജനറൽമാര് ഇങ്ങനെ അവരായിരുന്നു നമ്മുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഗവർണർ ജനറൽമാരെ കുറിച്ചും വൈസ്രോയമാരെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ആ സമയത്ത് നടന്നിട്ടുള്ള പല പല സംഭവങ്ങൾ, വൈറ്റ് മ്യൂട്ടിനി, ചാൾസ് വുഡ് ഡെസ്പാച്ച്, ഇൻഡിഗോ റിവോൾട്ട്, വഹാബി മൂവ്മെന്റ്, കൂക്ക മൂവ്മെന്റ്, ഇൽബർട്ട് ബിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ആ ഒരു കാലഘട്ടങ്ങളിൽ. അതുപോലെ നമ്മുടെ 20th സെഞ്ചുറിയിലേക്ക് വരികയാണെങ്കിൽ ബംഗാൾ പാർട്ടീഷൻ, അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ, ഫ്രീഡം മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ INC ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഫ്രീഡം മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ പിന്നീട് നമുക്ക് 20th സെഞ്ചുറിയിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, ഇന്ത്യസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഫസ്റ്റ് വേൾഡ് വാർ, അതുപോലെ മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ച് തന്നെ നമുക്ക് ഒരു ക്ലാസ് ഉണ്ടാവും. അപ്പൊ അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ജാലിയൻ വാലാബാഗ് മസാക്കർ, അതുപോലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. പിന്നെ ഉപ്പു സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിവിൽ ഡിസോബീഡിയൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഗാന്ധി ഇർവിൻ പാക്ട്, റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും പരിചയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ പിന്നീട് കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, വേവൽ പ്ലാൻ, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് പിന്നീട് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാവാനും ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരാനും ഒക്കെ കാരണമാകുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ ഫ്രീഡം മൂവ്മെന്റ് ഉള്ളിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ്. നമുക്ക് സിലബസിൽ ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഇനി നമുക്ക് വരുന്ന റെനൈസൻസ് ആണ്. റെനൈസൻസിന്റെ ടോപ്പിക് വന്നു കഴിയുമ്പോഴത്തേക്കും കേരള റെനൈസൻസിൽ നിന്നാണ് നമുക്ക് പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള HSI എക്സാമ്പിളിൽ നിന്നൊക്കെ കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരള റെനൈസൻസ് ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ കേരള റെനൈസൻസ് നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചോളം ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും കേരള റെനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവാറുള്ളതാണ്. അപ്പൊ നമുക്കറിയാം കേരള റെനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലീഡേഴ്സ് തൈക്കാടയ്യ വൈകുണ്ഠ സ്വാമി, അതുപോലെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി തുടങ്ങിയ നിരവധി നേതാക്കളുണ്ട് അല്ലെ. അപ്പൊ ഇവരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രസ്ഥാനങ്ങളുണ്ട്, അതിന്റെ വർഷങ്ങളുണ്ട്, അതുപോലെ ഇവർ ജനിച്ച വർഷങ്ങൾ, ഇവർ ജനിച്ച സ്ഥലങ്ങള്, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് റെനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച്, നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കുമ്പോൾ നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ VT ഭട്ടതിരിപ്പാട്, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മക്തി തങ്ങൾ, അതുപോലെ ചാവറ അച്ഛൻ തുടങ്ങിയ ആളുകളെ കുറിച്ചൊക്കെ നമുക്ക് കേരള റെനൈസൻസിന്റെ പോർഷനിൽ നിന്ന് നോക്കേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ നമ്മൾ എല്ലാവരുടെയും പേരുകൾ വായിക്കുന്നില്ല, നിങ്ങൾ ഈ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇവരെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്ന വർഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതുപോലെ ഇവരെ ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ, അവരുടെ എന്തെങ്കിലും സേയിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സാമിന് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ റെനൈസൻസ് പഠിക്കുമ്പം വർഷങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും റെനൈസൻസിൽ നിന്ന് വരാറുണ്ട്. അപ്പം റെനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർഷങ്ങൾ നമ്മൾ ഇത്തിരി എഫോർട്ട് ഒക്കെ കൊടുത്ത്
കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ, അതായത് ഫ്രീഡം മൂവ്മെന്റ്, കേരള റിനൈസൻസ്, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇന്ത്യൻ റിനൈസൻസിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ റിനൈസൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റിനൈസൻസിന്റെ പിതാവായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റായ് ആണ്. രാജാറാം മോഹൻ റായ് ഉണ്ട്, അതുപോലെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയ കുറെ നേതാക്കൾ നമ്മുടെ ഇന്ത്യൻ റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവരെ കുറിച്ചൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. എങ്കിലും കൂടുതലായിട്ടും കേരള റിനൈസൻസുമാണ് നമുക്ക് ചോദ്യങ്ങൾ കണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നില്ല എങ്കിലും ആ പ്രീവിയസ് ആയിട്ട് വരുന്ന എക്സാമുകളിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചോദ്യങ്ങൾ കയറി വരുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കുറച്ച് നമ്മൾ നോക്കി തന്നെ ആയിരിക്കും പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മൗലിക അവകാശങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ, പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, ആ ഒരു രീതിക്കായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് പോകുന്നില്ല, എങ്കിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല, അതും കൂടെ നമ്മൾ നോക്കി പോകണം. ഓക്കെ, ഇനി നമുക്ക് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. RTI എന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും തന്നെ നമ്മൾ എക്സാമുകൾക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് ഏത് എക്സാം ആണെങ്കിലും ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ RTI എന്നുള്ള ഒരു ചോദ്യം മിക്കപ്പോഴും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് RTI നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. പിന്നെ നമുക്കറിയാം എല്ലാ എക്സാമുകൾക്കും കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്രം വായന നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ ഇനി പത്രം വായനയൊന്നും അങ്ങനെ ഒരു ശീലം ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ബുക്ക്ലെറ്റുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പം ആ രീതിക്ക് നമുക്ക് നോക്കാം. എങ്കിലും പത്രം വായന വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം പത്രം വായിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കറണ്ട് അഫയേഴ്സിന്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ന്യൂ അപ്പോയിന്റ്മെന്റ്സ്, പുതുതായിട്ടുള്ള നിയമനങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക്, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെയോ കേരള സർക്കാരിന്റെയോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കൊക്കെ ആരെങ്കിലും നിയമിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കണം. അതുപോലെ ഇമ്പോർട്ടന്റ് ഡിമൈസസ്, അതായത് പ്രധാനപ്പെട്ട വ്യക്തികളുടെ മരണങ്ങൾ, അപ്പം എന്താ സംഭവിക്കുക, ഒരു പ്രധാനപ്പെട്ട വ്യക്തി അന്തരിക്കുന്നു, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ, ഈയിടെ മൻമോഹൻ സിംഗ് അതുപോലെ MT വാസുദേവൻ നായർ ഇവരുടെയൊക്കെ മരണങ്ങൾ സംഭവിച്ചിരുന്നു. അപ്പൊ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം കറണ്ട് അഫയേഴ്സ് പെർസ്പെക്റ്റീവിലും കൂടെ നമ്മൾ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ ഈ ഒരു രീതിക്കായിരിക്കും നമ്മുടെ SSIയുടെ ജനറൽ പേപ്പറിന്റെ ടോപ്പിക്കുകൾ വരുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ക്ലാസ്സുകളും ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടോപ്പിക്ക് നന്നായിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈവൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കുവാനായിട്ട് ഒരു സമയം കണ്ടെത്തുക. അപ്പൊ ഈ 15 മാർക്സിന്റെ ടോപ്പിക് ഇതാണ് നമുക്കൊരു 15 മാർക്സിന്റെ ടോപ്പിക്കായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നമ്മുടെ ജനറൽ പേപ്പറിന്റെ ടോപ്പിക്കിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.